വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളേവരെയും യേശുനാമത്തിൽ ഏറെ സ്നേഹത്തോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാമത്തെ വചനമാണ് നാം ഇന്ന് വിഷയത്തിന്റെ തലക്കെട്ടായി എടുത്ത് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായി ഒരു അനുഭവത്തിലേക്ക് കടക്കാം. എൻ്റെ അടുക്കൽ കൗൺസിലിങ്ങിന് അനേകം ആൾക്കാർ വരുന്നുണ്ട്. പ്രധാനമായിട്ടും മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മൂലം ശരീരത്തിനുണ്ടാകുന്ന രോഗങ്ങൾ കണ്ടെത്താനും അതിന് വചനാനുസൃതമായി കൗൺസിലിങ്ങിലൂടെ ഒരു പരിഹാരം നിർദ്ദേശിക്കാനുമാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. പല അസുഖങ്ങളും ശരിക്കും മരുന്നുകൊണ്ട് ചികിത്സിക്കാൻ സാധിക്കാത്തതും എന്നാൽ മാനസികമായ പല അനുഭവങ്ങളിലൂടെ ആഴത്തിൽ മുറിവേറ്റതിനാലും ചില വികാരങ്ങളെ അടക്കി വയ്ക്കുന്നതിനാലും ഒക്കെ ഉണ്ടാകും എന്നതിനാൽ അതിനെ എളുപ്പം മരുന്നുകൾ ഉപയോഗിച്ചും ലബോറട്ടറി ടെസ്റ്റുകൾ ഉപയോഗിച്ചും ഒക്കെ കണ്ടെത്താനും ചികിത്സിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളതാണ്. ഏറെ ആൾക്കാർക്ക് തങ്ങളുടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം കൊടുക്കാനായി ദൈവം എന്നിലൂടെ പ്രവർത്തിക്കാറുണ്ട് എന്ന സത്യം എനിക്കറിയാം. എന്നാൽ ചില ആൾക്കാരുമായി കൗൺസിലിംഗ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടോ അവർ അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കാതെയും അപൂർവം ചില കാര്യങ്ങളിൽ ഇത് ഫലിക്കാതെയും വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. പലപ്പോഴും അവരോട് സംസാരിക്കുമ്പോൾ, അതുകൊണ്ട് തന്നെ ഒരു 3 മണിക്കൂറെങ്കിലും എടുത്താണ് ഞാൻ കൗൺസിലിംഗ് ചെയ്യാറുള്ളത്. സംസാരിക്കുമ്പോൾ ഏകദേശം എന്താണ് ഇവരുടെ മനസ്സിനെ അലട്ടുന്ന വസ്തുത എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ദൈവിക ജ്ഞാനം തമ്പുരാൻ എൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്നത് എനിക്ക് അറിയാൻ സാധിക്കാറുണ്ട്. അപൂർവം ചില കേസുകളിൽ ഇത് സാധിക്കാതെ വന്നപ്പോൾ ഒരു ദിവസം ആഴത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം ഞാൻ യേശുവിനോട് ചോദിച്ചു, എന്താണ് ചിലർക്ക് മാത്രം സുഖപ്പെടുന്നതും ചിലരുടെ കാര്യത്തിൽ ഒരു മാറ്റം വരാതെ ആകുന്നതും? കർത്താവെ, ഒരുപാട് വിഷമിച്ചല്ലേ അവർ വരുന്നത്? നിനക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ സംസാരിക്കുന്നതും. എന്നിട്ടും എന്തുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്തത്? ചില ആൾക്കാരുടെ വിഷമം കേൾക്കുമ്പം നമ്മൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ വരാറുണ്ട്. പക്ഷെ അവരുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിൽക്കുന്നത് കാണാറുമുണ്ട്. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ചെറിയ ഒരു മയക്കത്തിലേക്ക് ഞാൻ വഴുതി വീഴുകയുണ്ടായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നമോ ദർശനമോ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ കാണുകയാണ്. അപ്പൊ ഈ മനുഷ്യരുടെ ദുഃഖം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാകാം ഇത് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ യേശു പറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ചികിത്സിക്കുന്നതും അസുഖങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മാറ്റം വരുത്തുന്നതും ഞാനല്ലേ? ഞാനും അവരും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ് ഇത്. നീ അതിന് ഒരു ഉപകരണമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു എന്നതാണ് സത്യം. വലിയ ഒരു വെളിപ്പെടുത്തലാണ്. ഞാനിപ്പം വരുന്ന എല്ലാവരോടും പറയാറുണ്ട്, പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ പ്രാർത്ഥനയും വിഷമവും ദൈവസന്നിധിയിലെത്തുകയും ദൈവം അതിന് ഒരു പരിഹാരം നിർദ്ദേശിച്ച് കൊടുക്കുകയും ചെയ്യുന്നു. എന്നെ ഒരു ഉപകരണമാക്കുന്നു. എൻ്റെ നാവോ എൻ്റെ കൈയോ എൻ്റെ കാലോ
എൻ്റെ മുഖവുമോ എൻ്റെ സംസാരമോ എൻ്റെ വാക്കുകളോ ഒക്കെ ദൈവം ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പം എനിക്ക് വലിയൊരു വെളിപ്പെടുത്തലിലേക്ക് വഴി തെളിച്ച ഒരു അനുഭവമായിരുന്നു ഇത്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് വരുന്ന ആളുകളും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എത്ര തീക്ഷ്ണമാണ്, എത്ര ആഴത്തിലുള്ളതാണ് അവരുടെ പ്രാർത്ഥനയും ദൈവവുമായിട്ടുള്ള ബന്ധവും ഹൃദയത്തിന്റെ തുറവിയും എന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ പ്രശ്നങ്ങൾക്ക് എത്ര വേഗത്തിൽ പരിഹാരം ഉണ്ടാകുന്നു എന്നത്. വരുമ്പോൾ വലിയ പ്രശ്നവുമായിട്ട് വരുന്നതും ശാരീരികമായിട്ടുള്ള രോഗങ്ങളും രോഗലക്ഷണങ്ങളും ഒക്കെ ആയിരിക്കും. തൊലിപ്പുറത്തുള്ള അസുഖങ്ങളായിരിക്കാം, ശ്വാസം മുട്ടലിന്റെ അസുഖമായിരിക്കാം, മുട്ടുവേദനകളായിരിക്കാം, പിന്നെ എല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, നടുവേദന, കാൽവേദന, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. എന്നെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കൗൺസിലിംഗ് സെക്ഷന് ശേഷം ഒരു പ്രാർത്ഥനയും കൂടെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുമില്ല. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് പ്രകടമായിട്ടുള്ള വ്യത്യാസം വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം ദൈവം എൻ്റെ ഉള്ളിലോട്ട് വെളിപ്പെടുത്തിയ ഒരു വചനമാണ്. ഏതെങ്കിലും രീതിയിലുള്ള കർത്തൃ ശുശ്രൂഷയിൽ പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ എല്ലാം ദൈവമഹത്വത്തിനായിട്ട് ചെയ്യണം. ദൈവം അവരെ ഒരു ഉപകരണമാക്കി മാത്രം ഉപയോഗിക്കുന്നു എന്ന സത്യം. അതുകൊണ്ടാണ് ഇന്നത്തെ വിഷയം അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം എന്ന് എടുത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും ഞാൻ കണ്ടിട്ടുള്ള വേറൊരു യാഥാർത്ഥ്യമാണ്, ചില ആൾക്കാർ വരുമ്പോൾ മറച്ചു വെച്ച് സംസാരിക്കാറുണ്ട്. ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാതിരിക്കും തോറും നമ്മൾക്ക് പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ വരുന്ന അവസരങ്ങളിലും തമ്പുരാൻ നേരിട്ട് ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞു തരുന്നത് കാണാനിടയായിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മൾക്ക് ദൈവം വെളിപ്പെടുത്തി തരും. ആ ഒരു ഭാഗത്തേക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്കറിയാനും സാധിക്കും. മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്നതാണെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. അവരുടെ ഓർമ്മയിൽ ആ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ആസ്പെക്റ്റ് തെളിഞ്ഞു വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതാനും വചനങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. തീർച്ചയായും ഇന്ന് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്ന മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ശരീരത്തിന് ഉണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ഈ ഒരു ഭാഗം വചനവുമായി ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിലുള്ള കർത്തൃ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇതേറെ പ്രയോജനകരമാകും. മാത്രമല്ല, പല അസുഖങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാത്തത് ബൈബിളിൽ പറയുന്ന പോലെ പല പല വൈദ്യന്മാരെ കണ്ടിട്ടും ഒരു പരിഹാരവും ലഭിക്കാത്ത അനേകായിരം പ്രശ്നങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ എല്ലാമല്ല കേട്ടോ, അത് തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ആരോഗ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ചില അസുഖങ്ങൾക്ക് വൈദ്യ പരിശോധനയും ചികിത്സയും തന്നെ ആവശ്യമായിട്ടുള്ളതുകൊണ്ട് അല്ലാത്ത രീതിയിലുള്ള അസുഖങ്ങളെ പറ്റിയാണ് ഞാൻ പറയാറുള്ളത്. അപ്പോൾ നമുക്ക് ഏതാനും വചന ഭാഗങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ വചനം ഇതാണ്. 1 കോറിന്തോസ് 3-ാമത്തെ അധ്യായം 6-ാമത്തെ തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. എനിക്ക് വെളിപ്പെട്ട് കിട്ടിയ അതേ ആശയമായി തുലനം ചെയ്ത് നിൽക്കുന്ന ഒരു ദൈവവചനമാണ് നാം ഇപ്പോൾ കണ്ടത്. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, പക്ഷെ വളർത്തിയത് ദൈവമാണ്. പരമമായ അധികാരവും ആ ഒരു ശക്തിയും ദൈവത്തിൻ്റെതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും പറയുകയാണ്, ദൈവ ശുശ്രൂഷകരായി പല തുറകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അവരെ പ്രാർത്ഥനയ്ക്കായും മറ്റു പ്രശ്നങ്ങൾക്കായും സമീപിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന മറ്റൊരു വചനമാണ് നാം ഇനി കാണാൻ പോകുന്നത്. 2 കോറിന്തോസ് 4-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. വചനം ഇങ്ങനെ പറയുന്നു: എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്.
ശാരീരികമായ എല്ലാ ബലഹീനതകളും പോരായ്മകളും ഉള്ള മനുഷ്യരെയാണ് ദൈവത്തിൻ്റെ ചാലക ശക്തിയായി ഉപകരണങ്ങളാക്കി ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളുമായിട്ട് അടുത്ത ബന്ധമുള്ളവരുടെയോ നമ്മളുടെ തന്നെ പ്രശ്നങ്ങളോ ഒരു കാരണവശാലും നമ്മൾക്ക് ഒരു പരിഹാരമില്ലാതെ നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ ഒരു വാക്കുകൊണ്ടോ ദൈവത്തിൻ്റെ ഒരു വചനം കൊണ്ടോ നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടോ മറ്റു പലർക്കും ഭയങ്കര അനുഗ്രഹമായി തീരുന്നത്. അതുകൊണ്ടാണ് മൺപാത്രങ്ങളിലാണ് ഈ നിധി തന്നിരിക്കുന്നത്, അതുപോലെ എന്ന് വേണമെങ്കിലും എടുക്കപ്പെടാം എന്നുള്ളതാണ് ഈ മൺപാത്രങ്ങളുടെ പ്രത്യേകത. അപ്പോൾ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് എന്ന് എല്ലാവരും ഗ്രഹിക്കേണ്ടതിനാണ് ഈ വചനങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. മറ്റൊരു വചനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. മാതാവിൻ്റെ ഉദാഹരണമാണ്. മാതാവിനോട് ദൈവം എന്ത് കാര്യം ആവശ്യപ്പെട്ടപ്പോഴും, ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 38-ാം വചനം നമുക്ക് ഏറെ സുപരിചിതമായ വചനമാണ്. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പൊ ഏത് ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ശുശ്രൂഷ ചെയ്താലും, ഏത് ആൾക്കാർ നമ്മുടെ അടുക്കൽ വന്നാലും ഇതായിരിക്കണം നമ്മുടെയും അവരുടെയും ഉള്ളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ. ഇതാണ് നാം ശരിക്കും ആശ്രയിക്കേണ്ട, നാം ഉൾക്കൊള്ളേണ്ട ഒരു മനോഭാവം എന്നത് ഏറെ സന്തോഷകരമായ ഒരു അറിവാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, 1 കോറിന്തോസ് 4:7. പ്രാർത്ഥന ആവശ്യമായി വരുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന മറ്റൊരു വചനമാണ് ഇത്. വചനം ഇങ്ങനെ പറയുന്നു, നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണ് ഉള്ളത്? ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനു നീ അഹങ്കരിക്കുന്നു? 2 വർഷങ്ങൾക്ക് മുമ്പ് പരീക്ഷ എഴുതുന്നതിന് മുന്നോടിയായി 2 കുട്ടികൾ, 2 കുടുംബത്തെ ഒന്നിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 കുട്ടികളാണ് വരികയുണ്ടായി. പഠിക്കുമ്പോൾ ഒരുപാട് ഭയം അനുഭവപ്പെടുന്നു, പഠിക്കുന്ന വസ്തുക്കളൊക്കെ മറന്നു പോകുന്നു, കോൺഫിഡൻസ് കംപ്ലീറ്റ് നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. 2 പേരോടും ഒന്നിച്ച് സംസാരിച്ചു, ഒരുപോലെ പ്രാർത്ഥിച്ചു, അവരെ തിരിച്ചയച്ചു. എന്നാൽ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതിലൊരു കുട്ടി പാസ്സാവുകയും നല്ല ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയും എന്നാൽ മറ്റൊരു കുട്ടിക്ക് അതേ റിസൾട്ട് കിട്ടാതിരിക്കുകയും ചെയ്തു. തീർച്ചയായും ദൈവത്തിൻ്റെ ദാനമാണ്. ആർക്ക് എന്ത് എവിടെ ഏറ്റവും നല്ലതായിരിക്കും എന്നുള്ളത് ദൈവമാണ് നമ്മളെക്കാൾ അറിയുന്നത്. അതിന് തക്ക രീതിയിൽ ദൈവത്തിൽ നിന്ന് ഒരു അനുഗ്രഹം ലഭിച്ചു, അത് ശരിയാണ്. പക്ഷെ അത് നമ്മുടെ മിടുക്കോ കഴിവോ മാഹാത്മ്യമോ കൊണ്ടല്ല എന്നുള്ളത് ഈ അനുഗ്രഹം ലഭിക്കുന്ന വ്യക്തികളും മനസ്സിലാക്കേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട്. വേറൊരു ഏരിയയിലോട്ട് നമ്മൾ കടക്കുകയാണ്. മരുഭൂമിയിലെ പരീക്ഷയാണ്. എല്ലാവരും കേട്ടിട്ടുള്ള വചനമാണ്. മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ മരുഭൂമിയിലെ പരീക്ഷ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്കും പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ബാധകമാകാവുന്ന 3 തലങ്ങളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏവർക്കും അനുഗ്രഹങ്ങൾ ലഭിക്കും തോറും നമ്മൾക്ക് ഏറെ പരീക്ഷണങ്ങൾ വരുന്ന 3 തലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 1-ാമത്തേത് ആഹാരമാണ്. ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവർക്കും ഒക്കെ പ്രലോഭനം ഉണ്ടാകുന്ന ഒരു ഏരിയ ആണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഭക്ഷണത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിൽ നമ്മൾ ഏത് അളവ് വരെ മുന്നിട്ട് നിൽക്കുന്നു? ഇത് രണ്ടും കുറയ്ക്കും തോറും അനുഗ്രഹങ്ങൾ കൂടുതൽ നമ്മിലേക്ക് ഒഴുകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അടുത്ത ഒരു തലം ആണ് അംഗീകാരത്തിൻ്റെ തലം. ഈശോ നേരിട്ട 3 പരീക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അംഗീകാരം, നമ്മുടെ സ്ഥാനമാനങ്ങൾ, അധികാരം, ഇതെല്ലാം നമ്മെ ഏറെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. കർത്തൃ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും
കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് ഒരു പ്രാർത്ഥന അനുഗ്രഹം യാചിച്ചു വരുന്ന വ്യക്തിയാണെങ്കിലും ചില കാര്യങ്ങളിൽ നിന്ന് അല്പമൊന്ന് എളിമപ്പെടാൻ മടിക്കുന്നതായി നമുക്ക് തോന്നാറുണ്ട്. ശരിയല്ലേ? അപ്പം തീർച്ചയായും പേര്, പ്രശസ്തി ഇതെല്ലാം ദൈവം ദാനമായി തരുന്നതാണ്. ദൈവത്തിന് എന്ന് വേണമെങ്കിലും അത് തിരിച്ചെടുക്കാൻ അവകാശമുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ പൂർണ്ണമായ ദാനമാണ് എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കാനായി ആവശ്യപ്പെടുന്നവരും ഒരുപോലെ മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്. തല കുനിക്കേണ്ട അവസരങ്ങളിൽ തല കുനിക്കുക തന്നെ വേണം. എളിമപ്പെടേണ്ട അവസരങ്ങളിൽ എളിമപ്പെടുക തന്നെ വേണം. മൂന്നാമതായിട്ട് നാമും പരീക്ഷണം നേരിടുന്ന മറ്റൊരു തലമാണ് അധികാരം എന്ന് പറയുന്നത്. സ്ഥാനമാനങ്ങൾ, പിന്നെ പൊസിഷൻ, നമ്മുടെ കസേര നിലനിർത്താനായിട്ട് നമ്മൾക്ക് പ്രമുഖമായ ഒരു സ്ഥാനം, ഇതെല്ലാം മനുഷ്യർ ഏത് സമയത്തും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ കർത്താവിന് മരുഭൂമിയിൽ നേരിടേണ്ടി വന്ന പരീക്ഷ പോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലും ഇത് സംഭവിക്കുന്നുണ്ട്. എന്ത് അനുഗ്രഹം നമ്മൾക്ക് ലഭിച്ചാലും ഒരു പോയിന്റിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം, ഇതെല്ലാം ദൈവം ദാനമായി തന്നതാണ്. ഭൗതിക സുഖങ്ങൾക്കായിട്ട് കർത്താവിനെ ഉപേക്ഷിക്കാൻ ഒരിക്കലും നമുക്ക് ഇടയാകരുത്. അതിനായി മാത്രം കർത്താവിനെ ആശ്രയിക്കാനും നാം ശ്രമിക്കരുത് എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ട മറ്റൊരു തത്വം. അപ്പം ഈ 3 ഏരിയയിലും കൂടെ പോകുമ്പോൾ നമ്മൾക്ക് ഓശാന ഞായറാഴ്ചത്തെ പാഠഭാഗം, വചനഭാഗം മനസ്സിലേക്ക് തീർച്ചയായും വരുന്നുണ്ടായിരിക്കുമല്ലോ. കഴുതപ്പുറത്ത് ഏറി യാത്ര ചെയ്യുന്ന ഈശോയ്ക്ക് ചുറ്റിനും തീർച്ചയായും ജൈവിളികൾ മുഴക്കി അനേകം ആളുകൾ പിൻചെന്നിരുന്നു. നമുക്കൊരു നേട്ടമുണ്ടാകുമ്പോഴും അനുഗ്രഹം ലഭിക്കുമ്പോഴും ജയ് വിളിക്കാൻ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിനും ഉണ്ടാകും എന്നതാണ് വാസ്തവം. എന്നാൽ കഴുതപ്പുറത്തേറിയ ക്രിസ്തുവിനെയാണ് അവർ ജയ് വിളിച്ചത് എന്ന് കഴുത മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും കർത്താവ് ഉപകരണമാക്കി ഉപയോഗിക്കുന്നവരും കർത്താവിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നവരും തങ്ങളെയാണ് ജയ് വിളിക്കുന്നത് എന്ന് ധരിക്കാതിരിക്കുന്നതാണ് നല്ലത്. യേശുവിനാണ് മഹത്വം കൊടുക്കേണ്ടത്. കഴുതപ്പുറത്തേറി എന്നുള്ളത് സത്യമാണ്. പക്ഷെ കഴുതയല്ല, മറിച്ച് യേശുവാണ് പ്രമുഖ സ്ഥാനം വഹിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ഇനിയും നമുക്ക് തന്നെ അറിയാം, കഴുതപ്പുറത്തേറിപ്പോയ യേശുവിന് നേരിടേണ്ടി വന്ന കുരിശുമരണവും നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. അതുപോലെ അപമാനങ്ങളും സങ്കടങ്ങളും ഒക്കെ നേരിടുമ്പോൾ, അങ്ങനത്തെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഒരു പങ്കും നാം വഹിക്കാനായിട്ട് തയ്യാറാകണം. ജീവിതത്തിൽ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തല കുനിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ മറഞ്ഞിരിക്കേണ്ട ചില അവസരങ്ങളിൽ കാത്തിരിക്കുക തന്നെ വേണം. പ്രത്യാശയോടെ കാത്തിരിക്കാൻ നമുക്ക് ആവണം. ഈ തരുണത്തിൽ ചെറിയ ഒരു എക്സാമ്പിൾ പറയുന്നത് എല്ലാം കൊണ്ടും പ്രയോജനപ്പെടും എന്ന് കരുതുകയാണ്. നമുക്കേവർക്കും ചിരപരിചിതമായ ചിത്രശലഭത്തിൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ നാം പഠിച്ചിട്ടുണ്ട്. അപ്പം പുഴുവിൽ നിന്നാണ് ചിത്രശലഭം ഉണ്ടാകുന്നത്, ശരിയല്ലേ? പുഴുവിനെ ആർക്കും അത്ര ബഹുമാനം ഒന്നും ഇല്ല. പുഴു ഏറെ വിഷമിച്ച് നിലത്തൂടെ ഇഴഞ്ഞും വലിഞ്ഞും ആരാലും ചവിട്ടി മെതിക്കപ്പെടാവുന്ന അവസ്ഥയിലും കൂടെയാണ് കുറേ നാളുകൾ കടന്നു പോകുന്നത്. തിരിച്ച് ചെറുപ്പകാലങ്ങളിൽ നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള ഒരു പരീക്ഷണമുണ്ട്. ഇതുപോലെയുള്ള ഒരു പുഴുവിനെ തീപ്പെട്ടിയിൽ വെച്ച് കുറേ നാളുകൾ വെയിറ്റ് ചെയ്യുമ്പോൾ പല ഘട്ടങ്ങളിലൂടെ ഇത് കടന്ന് മനോഹരമായ ഒരു ചിത്രശലഭമായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ പ്യൂപ്പ എന്നുള്ള സ്റ്റേജ് എല്ലാവർക്കും അറിയാം. ഒരു സമാധി സ്റ്റേജിലായിരിക്കും. അനക്കമില്ല, ഭക്ഷണമില്ല, വെളിച്ചം പോലും കാണുന്നില്ല. അങ്ങനെ കുറേ ദിവസങ്ങൾ ഈ പ്യൂപ്പയുടെ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം അതിൽ നിന്ന് ഒരു ചിത്രശലഭമായി വരാനുള്ള ധൃതി കാരണം നമ്മൾ ആ പ്യൂപ്പയൊന്ന് പൊട്ടിച്ചു വിട്ടു എന്ന് നോക്കുക. തീർച്ചയായിട്ടും അതിൽ നിന്ന് യാതൊരു ചിത്രശലഭവും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അടയിരിക്കുന്ന കോഴി ആ മുട്ടയിൽ നിന്ന് കുഞ്ഞ് വിരിയാനായിട്ട് ശ്രമിക്കുന്നത് കാണുമ്പോൾ തന്നെ ആ തോട് മുഴുവനും പൊട്ടിച്ചാൽ
ആരോഗ്യമുള്ള ഒരു കോഴിക്കുഞ്ഞിനെ ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല. ഈ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ദൈവസന്നിധിയിലേക്ക് വളരാനും ദൈവാനുഗ്രഹം പ്രാപിക്കാനും പ്യൂപ്പ സ്റ്റേജിൽ കൂടെ പോകേണ്ടി വരും. യാതൊരു പേരും പ്രശസ്തിയും ഇല്ലാതെ ദുരിതത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും സഹനത്തിൻ്റെയും കാലഘട്ടത്തിൽ ടോളറൻസ് എന്ന് പറയും, പ്രതീക്ഷയോടെ സഹനശക്തിയോടെ ഇരിക്കുന്നവർക്കാണ് അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുക. തീർച്ചയായും ഈ ഒരു ഉദാഹരണം നമ്മെ ഏറെ സ്പർശിക്കും. എല്ലാ കർത്തൃ ശുശ്രൂഷകരുടെ ജീവിതത്തിലും അനുഗ്രഹത്തിനായിട്ട് വരുന്നവരുടെ ജീവിതത്തിലും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും നിറഞ്ഞ ഒരു കാലഘട്ടമുണ്ട്. ദൈവഹിതത്തിനനുസൃതമായി ഇത് ശിരസ വഹിക്കുമ്പോഴാണ് അനുഗ്രഹങ്ങൾ ധാരാളമായി വരുന്നത്. കിട്ടിക്കഴിയുമ്പോഴും നമ്മുടെ മനോഭാവം ഇന്നത്തെ തലക്കെട്ടിനോട് തുല്യമായിരിക്കണം. അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. മഹത്വം എപ്പോഴും ദൈവത്തിന് കൊടുക്കാനായി അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചു വരുന്നവരും അനുഗ്രഹം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കാനുള്ള വരം കിട്ടിയവരും ഒരുപോലെ കരുതണം. മഹത്വം ദൈവത്തിന് മാത്രം പോകുന്നതായിട്ട് കാണണം. അവസാനമായി എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന, ഉപകാരപ്പെടുന്ന, അനുഗ്രഹപ്രദമാകുന്ന ഒരു വചനത്തിലേക്ക് നാം കടക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 1, 4, 5 എന്നീ വചനങ്ങളാണ് നാം ധ്യാനചിന്തയ്ക്കായി ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അവസാന സമയത്തിൽ ശ്രമിക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നുവോ? പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. തീർച്ചയായിട്ടും പ്രലോഭനങ്ങൾ ഉണ്ടാകും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കർത്താവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷയിൽ നേരിട്ട പോലെയുള്ള എല്ലാ പ്രലോഭനങ്ങളും ഏത് വ്യക്തിയും ഈ ലോകത്തിൽ കടന്നു പോവുക തന്നെ ചെയ്യും. പക്ഷെ അതിൽ വീഴാതെ അവിടെ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവവചനത്തിൽ ആശ്രയിച്ചു പോകാൻ നമ്മൾക്ക് സാധിക്കണം. 4-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ തീച്ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരും. ചില ആളുകൾ കൗൺസിലിങ്ങിന് വന്ന് അവരുടെ അനുഭവങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവമേ, എത്ര വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഇവരിതെങ്ങനെയാണ് സഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ആ സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുത്ത് ദൈവം പ്രവർത്തിക്കുന്ന ഒരു സമയത്തിനായി കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് അത്ഭുതകരമായ വിടുതലും മാറ്റവും സംഭവിക്കുന്നത് കൺമുമ്പിൽ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഏറെ പ്രശ്നങ്ങളിൽപ്പെട്ട് വളരെ നാളുകളായി ഇതിനെങ്ങനെ ഒരു പരിഹാരം എന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളുണ്ടാകാം. കാത്തിരുന്ന് മടുത്തു എന്ന് പറയുന്ന ആൾക്കാരുണ്ടാകാം. പലരും ഫോൺ ചെയ്യുമ്പോൾ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാറില്ല, സമയം തികയാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവർക്ക് വേണ്ടിയിട്ടെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ ദുരിതത്തിൻ്റെ നിലയില്ലാ കയത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ആശ്വാസമായി ഈ വചനങ്ങൾ മാറട്ടെ. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്ന പോലെ സഹനങ്ങളുടെ അനുഭവത്തിൽ ശുദ്ധി ചെയ്യപ്പെടുമ്പോൾ ദൈവത്തിന് സ്വീകാര്യരായ വ്യക്തികളായി മാറുകയാണ് നാം ചെയ്യുന്നത്. നാം വെപ്രാളപ്പെടേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യവുമില്ല. ദൈവം പ്രവർത്തിച്ചുകൊള്ളും. പ്രാർത്ഥനയിൽ തീഷ്ണതയാവുക. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നവരാണ്. അതുപോലെയാണ് സഹനത്തിൻ്റെ തീച്ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരും ശുദ്ധി ചെയ്യപ്പെടുന്നത്. നമുക്ക് മനസ്സിലൊരു തീരുമാനമെടുക്കാം. എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചാലും അത് നമ്മുടെ മാഹാത്മ്യമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമ്മൾ കുറയുകയും ദൈവം വളരുകയും വേണം. ദൈവത്തെ നമ്മുടെ പുറത്തേറ്റുന്ന കഴുതകളായി സന്തോഷത്തോടെ നമുക്ക് മാറാം. വരുന്ന സഹനങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരം പിടിച്ച് അത് അനുഗ്രഹമാക്കി മാറ്റാനും നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ഈ സമയം ഇന്ന് നമ്മൾ കടന്നുപോയ എല്ലാ വചനങ്ങളിൽ കൂടെയും ഒന്ന് ആത്മപരിശോധന നടത്താം. ദുഃഖത്തിൽ ആണ്ടിരിക്കുന്ന വ്യക്തിയാണോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണോ? പ്രാർത്ഥനയ്ക്കായി അനേകരെ സമീപിക്കുന്ന ഒരു വ്യക്തിയാണോ? ഇവരിലെല്ലാം പ്രവർത്തിക്കുന്നത് ദൈവമാണ്. നമ്മൾ കുറയുകയും ദൈവം വളരുകയും വേണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകണം.
മൺപാത്രങ്ങളിൽ കിട്ടിയിരിക്കുന്ന നിധി പൊന്നുപോലെ നോക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുശവന്റെ കയ്യിലെ കളിമണ്ണായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവസന്നിധിയിൽ ദൈവിക ജ്ഞാനം കൊണ്ട് നിറഞ്ഞ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ച് അനേകർക്ക് അനുഗ്രഹമായി മാറാൻ ദൈവം നമ്മളെ എവരെയും ഉപയോഗിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഒരുപാട് ആൾക്കാർ നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അവരെ എല്ലാവരെയും നമുക്ക് ഈ സമയം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളിൽ പെട്ട് ഇരിക്കുന്ന അനേകായിരം ആളുകൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല. ദൈവം പ്രവർത്തിക്കുന്ന സമയമുണ്ട്. അതിനായി കാത്തിരിക്കാം. നമുക്ക് നമ്മളെ തന്നെ ചെറുതാക്കാം. നമ്മളുടെ ദൈവം വളരട്ടെ. ആ ദൈവം എല്ലാത്തിനും അധിപനായി മാറട്ടെ. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ യേശുതമ്പുരാനെ, ഈ സമയം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. കർത്താവേ, ഈ നിമിഷം വരെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്തും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല ഈശോയെ, ഇന്ന് അങ്ങ് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ. അങ്ങിൽ നിന്ന് ദാനമായി ലഭിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല ഈശോയെ, എല്ലാം അങ്ങയുടെ ദാനമാണ്. എങ്കിലും കർത്താവെ, ചില സമയമെങ്കിലും ഞങ്ങളുടെ സ്വന്തം കഴിവുകൊണ്ടാണ് ഇതെല്ലാം നേടിയതെന്നും നടന്നതെന്നും ഒക്കെ ഞങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. കർത്താവെ, ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. ദൈവമേ, അങ്ങയെ ചുമക്കുന്ന കഴുതകളായി ഞങ്ങൾ മാറാൻ തക്ക രീതിയിൽ എളിമയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പലവിധ രോഗങ്ങളാൽ വലയുന്ന മക്കളെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ കൊണ്ടും മനസ്സിനേറ്റ ആഴത്തിലുള്ള മുറിവുകളുണ്ടും പല രീതിയിൽ ശാരീരികമായി രോഗപീഠ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ, അങ്ങേ സൗഖ്യപ്പെടുത്തുന്ന കരങ്ങളിലേക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ജ്ഞാനം 16:12. കർത്താവെ, മരുന്നോ ലേപനൌഷധമോ അല്ല, ജീവിക്കുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന വചനത്തിൻ്റെ അഭിഷേകം കർത്താവെ ഈ സമയം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതും ഈ വചനം ആവശ്യമായിട്ടുള്ള എല്ലാ മക്കളിലും മാംസം ധരിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവെ, ദുഃഖത്താലും പ്രയാസത്താലും രോഗത്താലും വലയുന്ന ഒരുപാട് മക്കൾ, ദൈവമേ, കോവിഡ് രോഗം മൂലം വിഷമിക്കുന്നവർ, കർത്താവെ, അതിൻ്റെ സുഖപ്പെട്ടതിന് ശേഷം പലവിധ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ, ഭയന്നിരിക്കുന്നവർ, കർത്താവെ, രോഗവും മരുന്നും ഒക്കെ ആയിട്ട് കഴിയുന്നവർ, താങ്കളുടെ വചനത്താൽ കർത്താവെ അങ്ങ് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സിൽ ആശ്വാസവും സന്തോഷവും ആനന്ദവും കൊണ്ട് കർത്താവെ മക്കളെ നിറയ്ക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം വഹിക്കണമേ. അങ്ങ് പറഞ്ഞതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറയാൻ തക്ക രീതിയിലുള്ള അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങ് ശക്തമായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാലാഖമാരെ, വിശുദ്ധരെ, ഞങ്ങൾക്കായി ഈശോയോട് ശക്തമായി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. more.